ഹലോ, നമ്മൾ ഇന്നും പരിചയപ്പെടുന്നത് പാശ്ചാത്യവുമായി ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് ആണ്. ഇത്തവണ മുൻവർഷ ചോദ്യപേപ്പറുകളിൽ നിന്ന് കളക്ട് ചെയ്തവയാണ് പറയുന്നത്. എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടതൊക്കെ നമ്മൾ കഴിഞ്ഞ 3 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരത് പോയി കാണുക. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അസാധാരണ മഹത്വമുള്ള ഒരു ഗുണമായിട്ടാണ് ഉദാത്തതയെ കണക്കാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതല്ല, ആരായിരിക്കും ഉദാത്തതയെപ്പറ്റി പറഞ്ഞത്? ലോങ്കിനസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ലോങ്കിനസിൻ്റെ അഭിപ്രായമാണ്. ഡിവൈൻ കോമഡി ആരുടെയാണ്? ഡിവൈൻ കോമഡി ദാന്തെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കലയ്ക്ക് വേണ്ടി ആരാ പറഞ്ഞത്? കലയ്ക്ക് വേണ്ടി എന്നുള്ളത് ടോൾസ്റ്റോയാണ്. പാരമ്പര്യവും വ്യക്തിഅഭിരുചിയും എന്ന പ്രബന്ധം എഴുതിയത് ആരാണ്? ടി.എസ്. എലിയട്ട്. പാരമ്പര്യവും വ്യക്തിഅഭിരുചിയും. കവിയുടെ ഹൃദയം രാസത്വരകമാണ്, അതായത് കവി ഒരു കാറ്റലിസ്റ്റ് ആണ് എന്ന് പറഞ്ഞത് ആരാണ്? അത് ടി.എസ്. എലിയട്ട് ആണ്. ടി.എസ്. എലിയട്ടിൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ആണ്. ഈ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ടി.എസ്. എലിയട്ട് എവിടെയാണ് പ്രയോഗിക്കുന്നത്? അദ്ദേഹം ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് ഒരു പരാജയമാണ് എന്ന് സമർത്ഥിക്കുന്ന ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലം എന്ന ലേഖനത്തിലാണ്, എന്നൊരു പ്രബന്ധത്തിലാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്നുള്ളത് ആദ്യമായിട്ട് ടി.എസ്. എലിയട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്നാൽ ഈ പദം പ്രയോഗത്തിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് വാഷിങ്ടൺ ഇർവിനാണ്. ഈ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്ന ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് വാഷിങ്ടൺ ഇർവിനാണ്. പക്ഷേ അതൊരു സിദ്ധാന്തമായിട്ടൊക്കെ അവതരിപ്പിക്കുന്നത് ടി.എസ്. എലിയട്ട് ആണ്. ഓൺ ദ സബ്ലൈം ആരുടെയാണ്? ലോങ്കിനസിൻ്റെ ആണ്. ഓൺ ദ സബ്ലൈം ഓൺ ലിറ്റററി എക്സലൻസ് ഇത് ആരുടെയാണെന്ന് അറിയാമോ? റോബർട്ട് എല്ലോയുടെ കഥയാണ് ഓൺ ദ സബ്ലൈം ഓൺ ലിറ്റററി എക്സലൻസ്. ആൻ എസ്സേ ഓഫ് ഡ്രാമാറ്റിക് പോയട്രി ജോൺ ഡ്രൈഡൻ്റെ ആണ്. ജോൺ ഡ്രൈഡൻ ആണ് ആദ്യത്തെ വിമർശകൻ എന്നൊക്കെ ജോൺസൺ പറയുന്നുണ്ട്. ആംഗല വിമർശനത്തിൻ്റെ പിതാവാണ് ജോൺ ഡ്രൈഡൻ എന്ന് പറയുന്നത് ജോൺസൺ ആണ്. അപ്പം ആൻ എസ്സേ ഓഫ് ഡ്രാമാറ്റിക് പോയട്രി എഴുതിയത് ജോൺ ഡ്രൈഡൻ്റെ ആണ്. ആൻ എസ്സേ ഓഫ് ഡ്രാമാറ്റിക് പോയട്രി. എസ്സേ ഓൺ ക്രിറ്റിസിസം അലക്സാണ്ടർ പോപ്പ് പ്രകൃതിയാണ് കവിതയുടെ മോഡൽ എന്ന് പ്രഖ്യാപിച്ച ആളാണ്. പ്രകൃതിയാണ് കവിതയുടെ മോഡൽ എന്ന് പറഞ്ഞത് ആരാണ്? അലക്സാണ്ടർ പോപ്പ്. അദ്ദേഹത്തിൻ്റെയാണ് എസ്സേ ഓൺ ക്രിറ്റിസിസം എന്നുള്ളത്. ഈസ്തെറ്റിക് എന്നുള്ളത് ആരുടെയാണ്? ക്രോച്ചയുടെയാണ്. അന്തർജ്ഞാനപരമായ അറിവിനെക്കുറിച്ചും യുക്തിശാസ്ത്രപരമായ അറിവിനെക്കുറിച്ചും ഒക്കെ പറയുന്ന ക്രോച്ചെ ആണ് ഈസ്തെറ്റിക് എഴുതിയത്. എല്ലാ കവിതയും മനസ്സിൽ അന്തർജ്ഞാനമായി ശുദ്ധഭാവാത്മകമായി ആവിഷ്കൃതമാവുകയാണ് എന്നാണ് ക്രോച്ചെ പറയുന്നത്. അപ്പോൾ ക്രോച്ചെ പറയുന്ന ഈ അന്തർജ്ഞാനപരമായ അറിവും യുക്തിശാസ്ത്രപരമായ അറിവും. പിന്നെ നമ്മൾ പരിചയപ്പെടുന്ന ഒരാൾ ക്രോച്ചയുടെ തന്നെ മറ്റൊരു കൃതിയും കൂടെ ഉണ്ട്, ലോജിക്ക എന്നാണ് പറയുന്നത്. യഥാർത്ഥ കല ഹൃദയത്തിലാണ് ഉരുത്തിരിയുന്നത് എന്ന് പറഞ്ഞതും ക്രോച്ചയാണ്. അപ്പോൾ ക്രോച്ചയുടെ പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ അന്തർജ്ഞാനം, ഈസ്തെറ്റിക്, ലോജിക്ക, ക്രോച്ചെ. ഓക്കെ, എസ്സേ ഓൺ ക്രിറ്റിസിസം അലക്സാണ്ടർ പോപ്പ്. ജീവചരിത്രാത്മക വിമർശനത്തിൻ്റെ അഗ്രദൂതൻ എന്നറിയപ്പെടുന്ന ആരാണ്? ജോൺസൺ ആണ്, ഡോക്ടർ ജോൺസൺ. നേരത്തെ കണ്ടായിരുന്നു. ആൻഡ് എസ്സേ ഓഫ് ഡ്രാമാറ്റിക് പോയട്രി എഴുതിയത് ആരാ? ഡ്രൈഡൻ അല്ലേ? ഈ ഡ്രൈഡനെ ആംഗല വിമർശനത്തിൻ്റെ പിതാവെന്ന് വിളിച്ചത് ആരാ? ജോൺസൺ ആണ്. ജോൺസന്റെ പ്രത്യേകത എന്താണ്? ജീവചരിത്രാത്മക വിമർശനത്തിൻ്റെ പിതാവ്. ഓക്കെ, അങ്ങനെ വിലയിരുത്തുന്നത് നിക്കോൾസൺ ആണ്. കൺഫ്യൂഷൻ ആയോ? ജോൺ ഡ്രൈഡൻ ആരാ? ആംഗല വിമർശനത്തിൻ്റെ പിതാവ്. അങ്ങനെ വിളിച്ച ആളാരാ? ജോൺസന്റെ പ്രത്യേകത എന്താ? ജീവചരിത്ര ശാഖയുടെ ഉപജ്ഞാതാവ്. അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്ന ആരാണ്? നിക്കോൾസൺ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തയിലേക്ക് പോവാം. പോയിട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്. ആരാ അങ്ങനെ പറഞ്ഞത്? വേർഡ്സ്വർത്ത് അങ്ങനെ പറഞ്ഞത് അല്ലേ? വേർഡ്സ്വർത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ലിറിക്കൽ ബല്ലാഡ്സിന് അദ്ദേഹം എഴുതി? ഒരു പ്രിഫൈസ് എഴുതിയിട്ടുണ്ട്. കാൽപ്പനിക പ്രസ്ഥാനത്തിൻ്റെ പ്രകടന പത്രിക എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ലിറിക്കൽ ബല്ലാഡ്സിൻ്റെ അവതാരിക പുറത്തു വന്നതോ 1798 1798 പുറത്തു വന്ന
ലിറിക്കൽ ബല്ലാഡ്സിൻ്റെ അവതാരികയെ കാൽപ്പനിക പ്രസ്ഥാനത്തിൻ്റെ പ്രകടന പത്രിക എന്നാണ് പറയുന്നത്. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? അങ്ങനെ വിശേഷിപ്പിച്ചത് റെനെ വെല്ലക്കാണ്. റെനെ വെല്ലക്ക്. വേർഡ്സ്വർത്തിൻ്റെ കൂടെ മറ്റൊരാളുണ്ടായിരുന്നല്ലോ. ആരാണ്? കോളറിഡ്ജ്. കോളറിഡ്ജിൻ്റെ കൃതി ഏതാണ്? ബയോഗ്രാഫിയ ലിറ്ററേറിയ. ആ ബയോഗ്രാഫിയ ലിറ്ററേറിയയിൽ ഭാവനയെ പ്രാഥമിക ഭാവന എന്നും ദ്വിതീയ ഭാവന എന്നും രണ്ടായിട്ട് തിരിക്കുകയും ദ്വിതീയ ഭാവനയ്ക്ക് എസംപ്ലാസ്റ്റിക് ഇമാജിനേഷൻ എന്ന പേര് നൽകുകയും ചെയ്തു. കോളറിഡ്ജ് ബയോഗ്രാഫിയ ലിറ്ററേറിയ ഭാവനയെ പ്രാഥമിക ഭാവന, ദ്വിതീയ ഭാവന എന്നിങ്ങനെ തിരിക്കുന്നു. ദ്വിതീയ ഭാവനയ്ക്ക് എസംപ്ലാസ്റ്റിക് ഇമാജിനേഷൻ എന്ന പേരും കൊടുക്കുന്നു. വേർഡ്സ്വർത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാവ്യഭാഷ സാധാരണ ജനങ്ങളുടെ ഭാഷയിലായിരിക്കണം എന്ന് പറഞ്ഞത് വേർഡ്സ്വർത്താണ്. സാധാരണ ജനങ്ങളുടെ ഗ്രാമീണമായ ഭാഷയിലായിരിക്കണം കാവ്യഭാഷ എന്ന് പറയുന്നത്. കൂടാതെ പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും ബിംബമാണ് കവിത എന്നും പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും ബിംബമാണ് കവിത എന്നും മനുഷ്യരോട് സംസാരിക്കുന്ന മനുഷ്യനാണ് കവി എന്നും വേർഡ്സ്വർത്ത് പറയുന്നുണ്ട്. മനുഷ്യരോട് സംസാരിക്കുന്ന മനുഷ്യനാണ് കവി എന്നും വേർഡ്സ്വർത്ത് പറയുന്നുണ്ട്. പക്ഷെ കോളറിഡ്ജ് പറയുന്ന കാര്യം കാവ്യഭാഷ സാധാരണ ജനങ്ങളുടെ ഭാഷ ആവുകയാണെങ്കിൽ അത് അവ്യക്തമായിരിക്കും എന്നാണ് കോളറിഡ്ജ് പറയുന്നത്. സാധാരണക്കാരൻ്റെ ആവണമെന്ന് പറയുന്ന വേർഡ്സ്വർത്ത്, അങ്ങനെ ആയാൽ അത് അവ്യക്തമാവുമെന്ന് പറയുന്ന ആരാണ്? കോളറിഡ്ജ്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ വേർഡ്സ്വർത്ത് കവിയെക്കുറിച്ച് എന്താണ് പറയുന്നത്? മനുഷ്യരോട് സംസാരിക്കുന്ന മനുഷ്യനാണ് കവി. ഓക്കെ. പക്ഷേ കോളറിഡ്ജ് പറയുന്നത് മനുഷ്യാത്മാവിനെ മുഴുവനായും ക്രിയാത്മകതയിലേക്ക് നയിക്കുന്ന ആളാണ് കവി എന്നാണ്. മനുഷ്യാത്മാവിനെ ക്രിയാത്മകതയിലേക്ക് നയിക്കുന്നവനാണ് കവിയെന്ന് കോളറിഡ്ജ് പറയുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികൾ ബയോഗ്രാഫിയ ലിറ്ററേറിയ, ദ ഫ്രണ്ട്, ടേബിൾ ടോക്ക്, ലെറ്റേഴ്സ്, എയ്ഡ്സ് ടു റിഫ്ലക്ഷൻ. ബയോഗ്രാഫിയ ലിറ്ററേറിയ, ദ ഫ്രണ്ട്, ടേബിൾ ടോക്ക്, ലെറ്റേഴ്സ്, എയ്ഡ്സ് ടു റിഫ്ലക്ഷൻ. എയ്ഡ്സ് ടു റിഫ്ലക്ഷൻ, ലെറ്റേഴ്സ്, ടേബിൾ ടോക്ക്, ഫ്രണ്ട്, ബയോഗ്രാഫിയ ലിറ്ററേറിയ. അരിസ്റ്റോട്ടിലിനെയും ലോങ്കിനസിനെയും കോളറിഡ്ജിനെയും നമ്മൾ കണ്ടു. ഇവരെ മൂന്നുപേരെയും കൂടി ചേർത്ത് മഹാവിമർശന ത്രയം എന്നാണ് പറയുന്നത്. മഹാവിമർശന ത്രയം അങ്ങനെ വിളിച്ചത് സെയിൻസ്ബറിയാണ്. സെയിൻസ്ബറി മഹാവിമർശന ത്രയം എന്ന് വിളിക്കുന്നത് അരിസ്റ്റോട്ടിലിനെയും ലോങ്കിനസിനെയും കോളറിഡ്ജിനെയും ചേർത്താണ് സെയിൽസ്ബറി ഇങ്ങനെ വിളിക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കവിത ജീവിതത്തിൻ്റെ വിമർശനമാണ് എന്ന് പറഞ്ഞ ആരാണ്? മാത്യു അർണോൾഡ് ആണ്. മാത്യു അർണോൾഡിൻ്റെ പ്രത്യേകത ഗ്രാൻഡ് സ്റ്റൈൽ, മഹനീയ ശൈലിയെക്കുറിച്ച് പറയുന്നു. ഓൺ ട്രാൻസ്ലേറ്റിംഗ് ഹോമർ എന്നതിലാണ് മഹനീയ ശൈലിയെക്കുറിച്ച് പറയുന്നത്. ഓക്കെ. പ്രിഫേസ് ടു ദ പോയംസ്, എസ്സേ ഇൻ ക്രിറ്റിസിസം, കൾച്ചർ ആൻഡ് അനാർക്കി, ഓൺ ദ സ്റ്റഡി ഓഫ് സീലിറ്റിക് ലിറ്ററേച്ചർ, ഇതൊക്കെ ആരുടെയാണ്? മാത്യു അർണോൾഡിൻ്റെ കൃതികളാണ്. ഒന്നുകൂടി പറയാം. പ്രിഫേസ് ടു ദ പോയംസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എസ്സേസ് ഇൻ ക്രിറ്റിസിസം, എസ്സേ ഓൺ ക്രിറ്റിസിസം ആരായിരുന്നു? അലക്സാണ്ടർ പോപ്പാണ്. തിരിഞ്ഞു പോകരുത്, ആവർത്തിച്ച് കേൾക്കുക, അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. മാത്യു അർണോൾഡിൻ്റെ എസ്സേ ഇൻ ക്രിറ്റിസിസം ആണ്. കൾച്ചർ ആൻഡ് അനാർക്കി, ലിറ്ററേച്ചർ ആൻഡ് ഡോഗ്മ എന്നൊക്കെ പറഞ്ഞ കൃതികളുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ധാർമ്മിക മൂല്യപരമായ ആദർശാത്മകതയുടെ പ്രബല വക്താവായിട്ടൊക്കെ പറയുന്നത് മാത്യു അർണോൾഡിനെയാണ്. കാര്യം ഇദ്ദേഹം നിഷ്ക്ഷോഭന സിദ്ധാന്തം അഥവാ ഉരകൽ സിദ്ധാന്തം, ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സിദ്ധാന്തം ആവിഷ്കരിക്കുന്നുണ്ട്. മഹനീയമായ കൃതികളുമായിട്ട് ഉരിച്ചു നോക്കിയിട്ടാണ്, താരതമ്യപ്പെടുത്തിയിട്ട് വേണം ഒരു കൃതിയുടെ മൂല്യം നിർണ്ണയിക്കാൻ. ഇത്രയേ ഉള്ളൂ നിഷ്ക്ഷോഭന സിദ്ധാന്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് കല? ആരുടെയാണ്? ടോൾസ്റ്റോയ്. മനുഷ്യനും തമ്മിലുള്ള സംസർഗത്തിനുള്ള മാർഗമാണ് കല എന്ന് പറഞ്ഞത് ടോൾസ്റ്റോയാണ്. ചോദിച്ചിട്ടുണ്ട്. മനുഷ്യനും തമ്മിലുള്ള സംസർഗത്തിനുള്ള മാർഗമാണ് കല എന്ന് പറഞ്ഞാരാണ്? ടോൾസ്റ്റോയ്. മനുഷ്യനും തമ്മിലുള്ള സംസർഗത്തിനുള്ള മാർഗമാണ് കല എന്ന് പറഞ്ഞത് ടോൾസ്റ്റോയ്. ടോൾസ്റ്റോയുടെ മൗലിക സംഭാവനയാണ് അഭിസംക്രമണവാദം. ടോൾസ്റ്റോയി എല്ലാ
കൃതികളെയും അംഗീകരിച്ചിരുന്നില്ല. അധമ കലയായിട്ട് പറയുന്നത് ബിഥോവൻ്റെ 9ാം സിംഫണിയാണ്. ബിഥോവൻ്റെ 9ാം സിംഫണിയെ അധമ കലയായിട്ടാണ് ടോൾസ്റ്റോയ് പറയുന്നത്. ടോൾസ്റ്റോയുടെ മറ്റൊരു പ്രത്യേകത, അദ്ദേഹം പള്ളി മതം യേശുവിൽ നിന്ന് അകലുന്നു എന്നും ബിഥോവനും ഷേക്സ്പിയറും ജനങ്ങളെ നന്മയിൽ നിന്ന് അകറ്റിയവരാണെന്നുമാണ് പറയുന്നത്. വാട്ട് ഈസ് ആർട്ടാണ് ഇമ്പോർട്ടൻ്റ്. ഈ വാട്ട് ഈസ് ആർട്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് കെടാകുളം കരുണാകരനാണ്. കെടാകുളം കരുണാകരനാണ്. കല ശരിയായ അർത്ഥത്തിൽ ക്രൈസ്തവമായിരിക്കണമെന്നാണ് ടോൾസ്റ്റോയ് പറയുന്നത്. എ ഗ്രേറ്റ് പോയറ്റ് ക്രിട്ടിക് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആരാന്നറിയാമോ? ടി.എസ്. എലിയട്ട് ആണ്. ടി.എസ്. എലിയട്ടെ കുറിച്ച് നേരത്തെ പറഞ്ഞായിരുന്നു. എന്താണ്? ഒബ്ജക്റ്റീവ് കോറിലേറ്റീവിനെ കുറിച്ച് പറഞ്ഞു. ടി.എസ്. എലിയട്ട് ആരെയും വിമർശിക്കുന്നേ? ഹോമറിനെയാണ് വിമർശിക്കുന്നത്. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകം ഏതാണ്? ട്രഡീഷൻ ആൻഡ് ദ ഇൻഡിവിജ്വൽ ടാലൻ്റ് ആണ്. ട്രഡീഷൻ ആൻഡ് ദ ഇൻഡിവിജ്വൽ ടാലൻറ്റ്. ദ യൂസ് ഓഫ് പോയട്രി ആൻഡ് ദ യൂസ് ഓഫ് ക്രിറ്റിസിസം, ഇതും അദ്ദേഹത്തിൻ്റെയാണ്. ട്രഡീഷൻ ആൻഡ് ദ ഇൻഡിവിജ്വൽ ടാലൻറ്റ് എലിയട്ട്. ദ യൂസ് ഓഫ് പോയട്രി ആൻഡ് ദ യൂസ് ഓഫ് ക്രിറ്റിസിസം എലിയട്ട്. ട്രഡീഷൻ ആൻഡ് ദ ഇൻഡിവിജ്വൽ ടാലൻറ്റ് എലിയട്ട്. ദ യൂസ് ഓഫ് പോയട്രി ആൻഡ് ദ യൂസ് ഓഫ് ക്രിറ്റിസിസം എലിയട്ട് ആണ്. അദ്ദേഹം പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോട്ടിംഗ് ഉണ്ട്. സാഹിത്യത്തിൽ ഒരു ക്ലാസിസ്റ്റ്, രാഷ്ട്രീയത്തിൽ രാജഭരണത്തിൻ്റെ അനുഭാവി, മതവിശ്വാസത്തിൽ ഇംഗ്ലീഷ് കത്തോലിക്കൻ എന്നിവയാണ് താനെന്ന് എലിയട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് മുമ്പൊരു എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു കാറ്റലിസ്റ്റാണ് താനെന്നും പറഞ്ഞത് ആരാണ്? എലിയട്ടാണ്. എലിയട്ടിൻ്റെയാണ് വേസ്റ്റ് ലാൻഡ്, അറിയാമല്ലോ. ഓക്കെ, പിന്നെ ദ 3 വോയിസ് ഓഫ് പോയട്രി എന്ന് പറഞ്ഞിട്ടൊരു പ്രബന്ധവും എലിയറ്റിൻ്റേതായിട്ട് ഉണ്ട്. വ്യക്തിത്വത്തിൽ നിന്നുള്ള വിമുക്തിയാണ് കവിത എന്ന് പറയുന്നതും എലിയട്ടാണ്. വ്യക്തിത്വത്തിൽ നിന്നുള്ള വിമുക്തിയാണ് കവിത എന്ന് പറയുന്ന ആരാണ്? എലിയറ്റാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ഐ.എ. റിച്ചാർഡ്. ഐ.എ. റിച്ചാർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി ഏതാണെന്ന് അറിയാമോ? അദ്ദേഹത്തിൻ്റെയാണ് ദ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം, പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം, സയൻസ് ആൻഡ് പോയട്രി. ഇത് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ്. പ്രാക്ടിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്ന പാഠാവഗ്രഥന രീതി ഐ.എ. റിച്ചാർഡ്സിൻ്റെയാണ്. അത് മാത്രമല്ല സ്യൂഡോ സ്റ്റേറ്റ്മെൻറ്റ്, ആഭാസ പ്രസ്താവം, രണ്ടും ഓർത്തേക്കണം. പ്രാക്ടിക്കൽ ക്രിറ്റിസിസം, സ്യൂഡോ സ്റ്റേറ്റ്മെൻറ്റ്, ആഭാസ പ്രസ്താവം, രണ്ട് രംഗമാരെ ഓർക്കണം? ഐ.എ. റിച്ചാർഡിനെ ഓർക്കണം. അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏതൊക്കെയാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം, സയൻസ് ആൻഡ് പോയട്രി. സയൻസ് ആൻഡ് പോയട്രി. കവിത മൂല്യവത്തായ ഒരു മാനുഷിക വ്യാപാരമാണ് എന്നാണ് ഐ.എ. റിച്ചാർഡ് പറയുന്നത്. കവിത മൂല്യവത്തായ ഒരു മാനുഷിക വ്യാപാരമാണ്. അത് സ്യൂഡോ സ്റ്റേറ്റ്മെൻറ്റുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടു, അതായത് പ്രസ്താവനാഭാസങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. സെൻസ് മെറ്റഫർ, ഇമോട്ടീവ് മെറ്റഫർ, ഇതൊക്കെ പറയുന്നതും ഐ.എ. റിച്ചാർഡാണ്. പ്രാക്ടിക്കൽ ക്രിറ്റിസിസം, സ്യൂഡോ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ ആഭാസ പ്രസ്താവം, സെൻസ് മെറ്റഫർ, ഇമോട്ടീവ് മെറ്റഫർ, ഇതൊക്കെ കേട്ടാൽ നമ്മൾ ആരെ ഓർക്കണം? ഐ.എ. റിച്ചാർഡിനെ ഓർക്കണം. അദ്ദേഹത്തിൻ്റെ കൃതികൾ പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം, സയൻസ് ആൻഡ് പോയട്രി. എലിയറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വിട്ടുപോയ ഒന്നാണ് വർക്ക്ഷോപ്പ് ക്രിറ്റിസിസം എന്നുള്ളത്. അതായത് കാവ്യ നിർമ്മാണ വേളയിൽ എടുത്തുപയോഗിക്കുന്ന വിമർശനത്തെ എലിയട്ട് വിളിക്കുന്നതാണ് വർക്ക്ഷോപ്പ് ക്രിറ്റിസിസം. കാവ്യ നിർമ്മാണ വേള, അതായത് സർഗപ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ആ സമയത്തെ വിമർശനമാണ് എന്തെന്ന് പറയുന്നത്? വർക്ക്ഷോപ്പ് ക്രിറ്റിസിസം. ആരാണ്? എലിയട്ടാണ്. ഓക്കെ, ഇനി അടുത്ത ഒരാൾ പറയുന്നത് ശുദ്ധ കലാവാദിയായിട്ടുള്ള വാൾട്ടർ പേറ്ററാണ്. വാൾട്ടർ പേറ്റർ, ഓസ്കാർ വൈൽഡ്, ഇമ്മാനുവൽ കാന്റ് തുടങ്ങിയവരൊക്കെ ശുദ്ധ കലാവാദികളായിരുന്നു. എന്ന് വെച്ചാൽ എന്താ? കല കലയ്ക്ക് വേണ്ടിയാണ്. കല ജീവിത വിമർശനമാണെന്ന് പറഞ്ഞാൽ ആരാ? മാത്യു അർണോൾഡാണ്. ഈ മാത്യു അർണോൾഡിൻ്റെ ആ ഒരു സിദ്ധാന്തങ്ങളൊക്കെ അനുകരിക്കുന്ന അല്ലെങ്കിൽ അതൊക്കെ താല്പര്യപ്പെടുന്ന ഒരു മലയാള വിമർശകനുണ്ട്. ആരാ? മുണ്ടശ്ശേരിയാണ്, ജോസഫ് മുണ്ടശ്ശേരി. മലയാള വിമർശനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളതൊക്കെ പറയും. അപ്പോൾ തൽക്കാലം കലയ്ക്ക് വേണ്ടിയാണ് എന്ന് പറയുന്ന ശുദ്ധകലാവാദികളാണ് വാൾട്ടർ പേറ്റർ, ഓസ്കാർ വൈൽഡ്, ഇമ്മാനുവൽ കാന്റ്. അതിൽ വാൾട്ടർ പേറ്ററിൻ്റെ ഓൺ സ്റ്റൈല്, ഗ്രാൻഡ് സ്റ്റൈൽഡ് അർണോൾഡിൻ്റെയാണ്. ഓൺ സ്റ്റൈലാണ് വാൾട്ടർ പേറ്ററിൻ്റെ.
അദ്ദേഹത്തിൻ്റെ കൃതിയാണ് പ്ലേറ്റോ ആൻഡ് പ്ലേറ്റോയിസം, സ്റ്റഡി ഇൻ ദ ഹിസ്റ്ററി ഓഫ് റിനൈസൻസ്. പ്ലേറ്റോ ആൻഡ് പ്ലേറ്റോയിസം, സ്റ്റഡീസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് റിനൈസൻസ്. ഇതൊക്കെ വാൾട്ടർ പേറ്ററിൻ്റെയാണ്. ഓൺ സ്റ്റൈല് വാൾട്ടർ പേറ്ററിൻ്റെയാണ്. കലയെ നല്ല കല, മഹത്തായ കല, ഗുഡ് ആർട്ട്, ഗ്രേറ്റ് ആർട്ട് എന്നിങ്ങനെ തിരിച്ചത് വാൾട്ടർ പേറ്ററാണ്. കലയെ നല്ല കല, മഹത്തായ കല എന്നിങ്ങനെ തിരിച്ചതും ആരാണ്? വാൾട്ടർ പേറ്ററാണ്. ഓസ്കാർ വൈൽഡ് എന്ന് പറയുന്നത് കലയ്ക്ക് വേണ്ടി എന്ന് വാദിച്ച വ്യക്തിയാണ്. അദ്ദേഹം പറയുന്ന ഒരു പ്രശസ്തമായ കോട്ട്, എല്ലാ കലകളും പ്രയോജനരഹിതമാണെന്നും കലകൾ അസാന്മാർഗികമാണ് എന്നും പറഞ്ഞത് ഓസ്കാർ വൈൽഡാണ്. പിന്നെ ഇമ്മാനുവൽ കാൻ്റ് എന്താണ്? കലയ്ക്ക് വേണ്ടി എന്ന് വാദിച്ച ഒരാളാണ്. ഓക്കെ. ഇനി ഷെല്ലിയുടെ ഒരു പ്രത്യേകത, എ ഡിഫൻസ് ഓഫ് പോയട്രി എഴുതിയത് ഷെല്ലിയാണ്. ഷെല്ലി തോമസ് ലവ് പീക്കോക്ക് പ്രസിദ്ധീകരിച്ച 4 ഏജ് ഓഫ് പോയട്രി എന്ന കൃതിയോടുള്ള പ്രതികരണമായിട്ടാണ് എ ഡിഫൻസ് ഓഫ് പോയട്രി എഴുതുന്നത്. വളരെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയ കവിയാണ് ഷെല്ലി. കവിതയ്ക്ക് ഭാവിയില്ല എന്ന പീക്കോക്കിൻ്റെ വാദത്തെ എതിർത്തുകൊണ്ടാണ് ഷെല്ലി എ ഡിഫൻസ് ഓഫ് പോയട്രി എഴുതുന്നത്. അത്ര ആലോചിച്ച് വെച്ചാൽ മതി. എ ഡിഫൻസ് ഓഫ് പോയട്രി, ഷെല്ലി. ഇനി നമ്മൾ ഴാങ് ദർദയാണ് നോക്കുന്നത്. ഴാങ് ദർദ കേട്ടിട്ടുണ്ടോ? ഓഫ് ഗ്രാമറ്റോളജി, റൈറ്റിംഗ് ആൻഡ് ഡിഫറൻസ്, ഇതൊക്കെ എഴുതിയ ഴാങ് ദർദ. ദർദയെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം എന്താ ഓർമ്മ വരുന്നത്? ഡീകൺസ്ട്രക്ഷനാണ്, അപനിർമ്മാണം. ഓക്കെ. ഈ ദർദയുടെ ഓഫ് ഗ്രാമറ്റോളജി ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരാളുണ്ടല്ലോ, ഗായത്രി ചക്രവർത്തി സ്പിവാക്ക്. ഓക്കെ, അതൊക്കെ നമുക്ക് പോകെ പരിചയപ്പെടാം. ഓഫ് ഗ്രാമറ്റോളജിയും റൈറ്റിംഗ് ആൻഡ് ഡിഫറൻസും എഴുതിയത് ദർദയാണ്. ഓക്കെ. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് എന്ന് പറയുന്നത് അർത്ഥത്തെ നീട്ടിവെക്കുകയും മറ്റ് ചിഹ്നങ്ങളുമായിട്ടുള്ള വ്യത്യാസം സൂചിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഡിഫറൻസ് എന്ന് പറയുന്ന പദം. ഓക്കെ. ദർദ വാമൊഴിയേക്കാളും വരമൊഴിക്ക്, അതായത് എഴുത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ദർദ എഴുത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ ഭാഷണത്തിന് പ്രാധാന്യം കൊടുത്ത ഒരാളുണ്ടല്ലോ, സൊസ്യൂർ. അതൊക്കെ നമുക്ക് പോകെ പഠിക്കാം കേട്ടോ. ഇനി ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ദർദ, ഓഫ് ഗ്രാമറ്റോളജി. പിന്നെ ബാർത്തുണ്ട്. ബാർത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഡെത്ത് ഓഫ് ദ ഓതർ, എഴുത്തുകാരൻ്റെ മരണം എഴുതിയതാരാണ്? ബാർത്താണ്. ഓക്കെ. പിന്നെ നമ്മൾ വരുമ്പോൾ മനഃശാസ്ത്ര നിരൂപണമാണ്. അതിലാരാ ഉള്ളത്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണുള്ളത്. എന്താ പ്രത്യേകത? ഇൻ്റർപ്രിട്ടേഷൻസ് ഓഫ് ഡ്രീംസ് ഒക്കെ എഴുതിയ സിഗ്മണ്ട് ഫ്രോയിഡ് ഇത് ഈഗോ, സൂപ്പർ ഈഗോ എന്നിങ്ങനെ തിരിക്കുന്നുണ്ട്. ഓക്കെ, വ്യക്തിയെ തിരിക്കുന്നുണ്ട്. ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം ആരുടെയാണ്? ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം C.G. യുങ്. ഓക്കെ. C.G. യുങ്ങിൻ്റെ ഒരു ശൈലിയൊക്കെ പിന്തുടർന്നാണ് ലീലാവതി, ആദിപ്രരൂപങ്ങൾ. ഓക്കെ. ഫ്രോയിഡിനെ പിന്തുടർന്നത് വിജയനാണ്. ഓക്കെ, അതൊക്കെ അറിയാലോ. ഇനി പുരുഷനിലെ സ്ത്രീക്ക് പറയുന്ന പേരെന്താണ്? അനിമ. സ്ത്രീയിലെ പുരുഷനോ? ആനിമസാണ്. പുരാവൃത്തങ്ങളെയും യക്ഷിക്കഥകളോടും ഒക്കെ പ്രാക് രൂപങ്ങൾക്ക് സംബന്ധമുണ്ടെന്ന് പറഞ്ഞത് C.G. യുങ് ആണ്. ഫോക്ലോറിലെ പുരാവൃത്തങ്ങൾ വരുമ്പോൾ ലെവിസ്ട്രോസ് എന്ന് പറയുന്ന ഒരാളാണ്. അത് നമ്മൾ ഫോക്ലോർ പഠിക്കും കേട്ടോ. ഇനിയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, ക്ലാസിക് കല ആരോഗ്യപൂർണവും റൊമാൻറ്റിക് കല രോഗാധീനവുമാണ് എന്ന് അഭിപ്രായപ്പെട്ട ആരാണ്? ഗൊയ്തെയാണ്. ഗൊയ്തയുടെ പ്രത്യേകത എന്താണ്? അദ്ദേഹമാണ് ഒരു വിശ്വസാഹിത്യം എന്നുള്ള കോൺസെപ്റ്റൊക്കെ അവതരിപ്പിക്കുന്നത്. അത് നമ്മൾ താരതമ്യ സാഹിത്യം പഠിക്കുമ്പോൾ പറയും. ഓക്കെ. ഇനി നാച്ചുറൽ ഫോം ഓഫ് പോയട്രി എന്ന് പറയുന്ന ഒരു പ്രബന്ധം എഴുതിയതും ഗൊയ്തയാണ്. നാച്ചുറൽ ഫോം ഓഫ് പോയട്രി എന്ന് പറയുന്നത് എഴുതിയതും ഗൊയ്തയാണ്. ഇനി നമുക്ക് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫ്രെഡറിക് ജെയിംസിനെ കുറിച്ചാണ്. ഫ്രെഡറിക് ജെയിംസിൻ്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം ഈ മുതലാളിത്തത്തെ 3 ഘട്ടമായിട്ടൊക്കെ തിരിക്കുന്നുണ്ട്. മുതലാളിത്ത വികാസത്തിൻ്റെ സാംസ്കാരിക യുക്തിശാസ്ത്രമായിട്ട് ഉത്തരാധുനികതയെ വിലയിരുത്തുന്നത് ഫ്രെഡറിക് ജെയിംസണാണ്. പിന്നുള്ളത് ലോത്തിയാറാണ്. ബൃഹദാഖ്യാനങ്ങളോടുള്ള അവിശ്വാസമാണ് ഉത്തരാധുനികത എന്ന് പറഞ്ഞത് ലോത്തിയാറാണ്. ബൃഹദാഖ്യാനങ്ങളുടെ അവിശ്വാസം എന്ന് വിളിച്ചത് ലോത്തിയാറാണ്.
പിന്നെ മേൽപ്പുര സിദ്ധാന്തം പറയുന്ന അൽത്യൂസർ. സിമുലാക്ര എന്ന് പറയുന്ന പതിപ്പ് ആരുടെയാണ്? ബോദ്രിയാരുടെയാണ്, ബോദ്രിയാർ. ഓക്കെ. ഉത്തരാധുനിക കാലം അതിയാഥാർത്ഥ്യത്തിൻ്റെയും പ്രതിബിംബങ്ങളുടെയും കാലമാണെന്ന് വാദിച്ചത് ബോദ്രിയാറാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത്. പിന്നെ വരുന്നത് പോസ്റ്റ് കൊളോണിയലിസവും ഘടനാവാദമൊക്കെയാണ്. അതൊക്കെ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ തൽക്കാലം നമ്മൾ പാശ്ചാത്യത്തിൻ്റെ ക്ലാസ് ഇവിടെ നിർത്തുവാണ്. ഇതിന് ശേഷം നമ്മൾ ചെയ്യും. അപ്പോൾ ഇനി അടുത്ത ടോപ്പിക്ക് കവിതയാണ് വരുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് അറിയിക്കുക. അതിനനുസരിച്ച് ക്ലാസ്സുകൾ ചെയ്യാം.